ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 6ാം ക്ലാസ്സിലെ മസാഇലുൽ ഫിഖ്ഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലുള്ള മദ്രസകളിലും 6ാം ക്ലാസ്സിലേക്ക് മസാഇലുൽ ഫിഖ്ഹ് അതിലെ അദ്ദറസുസാനി തജ്തമിഉ ഉമ്മത്തി അലാ ലൊലാല. രണ്ടാമത്തെ പാഠം എന്താണ്? എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. നമുക്ക് പാഠത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ അടയാളപ്പെടുത്താനുള്ളതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് പോയിൻ്റ് എക്സാമിന് ചോദ്യമായിട്ടൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാം. മുജ്തഹിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ സഹാബികളല്ലേ? നാം അവരുടെ മദ്ഹബല്ലേ പിൻപറ്റേണ്ടത്? സഫ്വാൻ ചോദിച്ചു. ഉസ്താദ്, സഹാബികളുടെയും താബിഉകളുടെയും കാലത്ത് ധാരാളം മുജ്തഹിദുകൾ ഉണ്ടായിരുന്നു. അക്കാലത്തെ ജനങ്ങൾ അവരുടെ ദേശത്തെ മുജ്തഹിദുകളെ പിന്തുടർന്നു ജീവിച്ചു. പക്ഷേ അവരുടെ മദ്ഹബുകൾ ക്രോഡീകൃതമായിരുന്നില്ല. അവരുടെ കാലഘട്ടങ്ങളിൽ രചനകൾ നടന്നിരുന്നില്ല. എന്നാൽ താബിഉകളുടെ കാലമായപ്പോഴേക്കും കൂടുതൽ രചനകൾ ഉണ്ടായി. അതായത് ഈ മദ്ഹബുകളൊക്കെ ക്രോഡീകരിച്ച താബിഉകൾ, സഹാബത്തും താബിഉകളും അവരെ പിൻപറ്റി വന്ന, അവരെ കൂടെ നടന്ന് ഒക്കെ പഠിച്ചു വന്ന താബിഉകൾ അവരുടെ കാലമായപ്പോഴേക്കും കൂടുതൽ രചനകളൊക്കെ ഉണ്ടായി. അവർ മദ്ഹബുകൾ ക്രോഡീകൃതമാക്കാൻ തുടങ്ങി. ക്രോഡീകൃതമായ മദ്ഹബുകൾ കൂടുതൽ പ്രചാരം നേടുകയും പ്രശസ്തമാവുകയും ചെയ്തു. രചനകളില്ലാത്തവ കാലക്രമേണ പ്രചാരം കുറഞ്ഞ് ഇല്ലാതായി. അങ്ങനെ മദ്ഹബുകൾ 4ൽ ചുരുങ്ങി. മദ്ഹബുകൾ 4 ചുരുങ്ങിയത് അങ്ങനെയാണ്. ഇബാദത്ത് ആരാധനാപരം, മുആമലാത്ത് വ്യവഹാരികം, മുനാക്കഹാത്ത് വൈവാഹികം, ജിനായാത്ത് ശിക്ഷാവിധികൾ എന്നിങ്ങനെ പ്രത്യേക പാർട്ടുകളായാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത്. 4 മദ്ഹബുകൾ ഏതൊക്കെ രീതിയിലാണ് ക്രോഡീകരിക്കപ്പെട്ടത്? ഇബാദത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ട്, മാച്ച് ചെയ്യാനൊക്കെ വരാം, മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് പാഠം വായിക്കാം. 4ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. നമ്മൾ പറഞ്ഞ് ക്രോഡീകൃതമായ മദ്ഹബുകൾ 4ആണ്. ആ 4ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. സ്വീകരിക്കൽ, പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്. മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തക്ലീദ്. എന്താണ് തക്ലീദ്? മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ച് കർമ്മം ചെയ്യലാണ് തക്ലീദ്. അടയാളപ്പെടുത്തി വെച്ചോളിട്ടാ. ഹിജ്റ 3 നൂറ്റാണ്ടിനു ശേഷമുള്ളവരെല്ലാം 3 നൂറ്റാണ്ടിന് ശേഷമുള്ളവരെല്ലാം 4ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കാത്തവർ വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാം. ഹിജ്റ 3 ശേഷം ഉള്ള നൂറ്റാണ്ടിൽ 4ൽ ഒരു മദ്ഹബ് തക്ലീദ് ചെയ്ത് ജീവിച്ചവരാണ് ഉള്ളത്. മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ്? മുസ്ലിങ്ങൾ നന്മയായി കാണുന്നത് അല്ലാഹു തആലയുടെ പക്കൽ നന്മയാണ്. മുസ്ലിങ്ങൾ മോശമായി കാണുന്നത് അല്ലാഹു തആലയുടെ അടുക്കൽ മോശമായിരിക്കും. എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്? മനസ്സിലാക്കുക, അടയാളപ്പെടുത്തി വെക്കട്ടാ. മുസ്ലിങ്ങൾ നന്മയായി
കാണുന്നത് അല്ലാഹു തആലയുടെ പക്കൽ നന്മയാണ്, മുസ്ലിങ്ങൾ മോശമായി കാണുന്നത് അല്ലാഹു തആലയുടെ അടുക്കൽ മോശമാണ്. ഇത് ആരാ പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കി വെക്കട്ടാ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാനൊരു ഫ്രീ സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ മഴ ഒരു കാരണമായി നമ്മൾ നിർത്തിവെച്ചാൽ വീഡിയോ നിങ്ങൾക്ക് സമയത്തിന് ലഭിക്കില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മഴയുടെ ശബ്ദം ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത് വായിക്കാം. മദ്ഹബിലെ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. എന്താ കാരണം? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ സമുദായത്തിൽ വിവിധ മദ്ഹബുകളുണ്ടെന്നത് ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ്. അതിൻ്റെ പിന്നിലെ രഹസ്യം വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനാകും, വിഡ്ഢികൾക്ക് മനസ്സിലാക്കാനാവില്ല. അഭിപ്രായാന്തരങ്ങൾ ഈ സമുദായത്തിൻ്റെ സവിശേഷ സിദ്ധിയാണ്. ഈ അഭിപ്രായാന്തരങ്ങൾ ഈ സമുദായത്തിൻ്റെ സവിശേഷ സിദ്ധിയാണ്. മനസ്സിലാക്കാം. അതുവഴി ശരീഅത്തിൽ വിശാലത ലഭിച്ചിരിക്കുന്നു. അതായത് വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് എന്താണ്? നല്ലതാണ്. അത് കാരണം എന്താണ്? ശരീഅത്തിൽ വിശാലത ലഭിച്ചിട്ടുണ്ട്. അത് ഈ സമുദായത്തിൻ്റെ ഒരു സവിശേഷ സിദ്ധിയാണ്. അപ്പം അത് മനസ്സിലാക്കുക. മദ്ഹബിലെ വൈരുദ്ധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. അതിൻ്റെ പിന്നിലെ രഹസ്യം വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനാകും, വിഡ്ഢികൾക്ക് മനസ്സിലാക്കാനാവില്ല. മനസ്സിലാക്കട്ടാ. നാം ഷാഫി മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്നു. നമ്മൾ ഏത് മദ്ഹബാണ് പിന്തുടർന്ന് ജീവിക്കുന്നത്? ഷാഫി മദ്ഹബ്. ആ ഷാഫി മദ്ഹബ് പ്രകാരമുള്ള പാഠബുക്കാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ പഠിക്കുന്നത്, നമ്മൾ ഏതാണോ പിൻപറ്റി ജീവിക്കുന്നത്, അതാണ് നമ്മുടെ മദ്ഹബ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ഷാഫി മദ്ഹബ് പ്രകാരം അവർ ക്രോഡീകരിച്ച കിതാബുകളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാഫി മദ്ഹബ് പിൻപറ്റിയാണ് ജീവിക്കുന്നത്. മഹാനായ അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജ്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണത്. ഷാഫി മദ്ഹബ് എന്താണ്? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജ്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണത്. അൽ ഇമാമുൽ അസ്സാലി റളിയല്ലാഹു അൻഹു, അൽ ഇമാമു റാഫി റളിയല്ലാഹു അൻഹു, അൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അൽ ഇമാം ഇബ്നു ജരീൽ ഐതമി റളിയല്ലാഹു അൻഹു, അഷൈഖു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്നിവർ ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതരിൽ ചിലരാണ്. മിൻഹാജു ത്വാലിബീൻ, ഷർഹ് മുഹദ്ദബ്, തുഹ്ഫത്തുൽ മുഹ്താജ്, ഫത്ഹുൽ മുഈൻ എന്നിവ ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിൽ ചിലതാണ്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളാണ്. അവർ ക്രോഡീകരിച്ച് ഇജ്തിഹാദ് ചെയ്ത് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ. പ്രഗൽഭ പണ്ഡിതന്മാരെല്ലാം നമ്മൾ പറഞ്ഞു, അവരെല്ലാം കൂടി ക്രോഡീകരിച്ച് ഇജ്തിഹാദ് ചെയ്ത ഗ്രന്ഥങ്ങളിൽ ചിലതാണ് ഇവിടെ പറഞ്ഞത്. രക്തദാനം, അവയവദാനം, ക്ലോണിങ് പോലുള്ള പുതിയ വിഷയങ്ങളുടെ വിധികൾ മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ആത്തിഫ് ചോദിച്ചു. അതായത് രക്തദാനം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്, അവയവദാനം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്, ക്ലോണിങ് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്, അതിനെക്കുറിച്ചൊക്കെ ഈ വിധി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് ആത്തിഫ് ചോദിക്കുകയാണ്. ഉസ്താദ് എന്താ മറുപടി പറഞ്ഞത്? ഉണ്ട്. നമ്മുടെ ഇമാമുകൾ ആരിഫുകളും വളരെ ദീർഘദൃഷ്ടിയുള്ളവരും ഇജ്തിഹാദിൽ അഗ്രഗണ്യരുമായിരുന്നു. അവർ എല്ലാ വിധികളും ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമായോ മുഖ്യമായോ അവർ അത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ രക്തദാനത്തെക്കുറിച്ചിട്ടും അവയവദാനത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഇമാമുകളും ആരിഫുകളൊക്കെ വ്യക്തമായിട്ട്
കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇമാമുകൾ, പ്രഗത്ഭ പണ്ഡിതന്മാർ, നമ്മുടെ മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ, അവരുടെ ഗ്രന്ഥങ്ങൾ അതൊക്കെ നമ്മൾ അടയാളപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 4-ൽ 1 മദ്ഹബ് ഡാഷ് നിർബന്ധമാണ്. എന്താ പറഞ്ഞത്? 4-ൽ 1 മദ്ഹബ് തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. തക്ലീദ് ചെയ്യൽ ഇവിടെ അടയാളപ്പെടുത്തുക, അവിടെയൊക്കെ എഴുതുക. അടുത്ത രണ്ടാമത്തത് മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും ഡാഷ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എക്സാമിനും വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ്? എൻ്റെ സമുദായം ഡാഷ് ഏകോപിക്കുകയില്ല. എന്തായിരുന്നു? എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. വഴികേടിൽ മനസ്സിലാക്കി എഴുതുക. അടുത്തതാ, മദ്ഹബിലെ ഡാഷ് ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. വൈവിധ്യം എഴുതുക. മദ്ഹബിലെ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. മനസ്സിലാക്കട്ടാ. അടുത്തത് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ്. എന്താണ് തക്ലീദ്? എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തിയിരുന്നു. ഇവിടെ മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തക്ലീദ്. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസറായിട്ട് എഴുതുക. അടുത്തത് മദ്ഹബുകളെ കുറിച്ച് ഇമാം ശുയൂത്തി എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ഇവിടെ ഇബ്നു മസ്ഊദ് പറഞ്ഞതുണ്ട്, അതുപോലെ പഠിക്കുക. നമുക്കിവിടെ ഇമാം ശുയൂത്തി എന്താ പറഞ്ഞത്? ഈ സമുദായത്തിൽ വിവിധ മദ്ഹബുകളുണ്ടെന്നത് ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ്. അതിൻ്റെ പിന്നിലെ രഹസ്യം വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനാകും, വിഡ്ഢികൾക്ക് മനസ്സിലാക്കാനാവില്ല. അത്രേ അതിൻ്റെ ആൻസറായിട്ട് എഴുതുക. അടുത്തത് എന്താണ് ഷാഫി മദ്ഹബ്? എന്താണ്? ഇവിടെ അടയാളപ്പെടുത്തുക. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജ്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണത്. മൂന്നാമത്തത് കേട്ടോ, എഴുതട്ടോ. അതാണ് ഷാഫി മദ്ഹബ്. അടുത്തത് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാരിൽ 4 ആളുകളുടെ പേരെഴുതുക. അവിടെ ഇമാം അൽ അസ്സാലി റളിയല്ലാഹു അൻഹു, അൽ ഇമാം റാഫി റളിയല്ലാഹു അൻഹു, അൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അൽ ഇമാം ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു. അപ്പോൾ 4 ആളെ പേരാണ് അവിടെയൊക്കെ എഴുതുക. പേരുകളൊക്കെ പഠിക്കുക, മാച്ച് ചെയ്യാൻ വരാം. അൽ ഇമാം ഇബ്നു ഹജറി ഹൈത്തമി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിലേക്ക് മാച്ച് ചെയ്യാൻ വരാറുണ്ട്. പേരുകൾ മാറി വരും. അപ്പോൾ അത് പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും പേരുകൾ പഠിക്കട്ടോ. അതുപോലെ തന്നെ മദ്ഹബിലെ പ്രഗത്ഭ ഗ്രന്ഥങ്ങളും അതുപോലെ ഷാഫി മദ്ഹബിലേക്ക് മാച്ച് ചെയ്യാനൊക്കെ വരാറുണ്ട്. മനസ്സിലാക്കി പഠിക്കട്ടോ. അടുത്തത് മദ്ഹബ് എന്ന വിഷയത്തെക്കുറിച്ച് ലേഖനം തയ്യാറാക്കാനാണ്. മദ്ഹബിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ഖണ്ഡിക എഴുതുക. അതാണ് ഈ മദ്ഹബ് എന്നതിനെ കുറിച്ച് നമുക്ക് എഴുതേണ്ടത്. നമ്മുടെ പാഠത്തിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചേർത്തിട്ട് എഴുതുക. ഈ തഹസീസുകളാണ് മദ്ഹബ് എന്ന വിഷയത്തെക്കുറിച്ച് ലേഖനം തയ്യാറാക്കുക. അപ്പം മദ്ഹബിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ എന്തായാലും പാഠത്തെക്കുറിച്ച് മദ്ഹബ് എന്നതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഈ പാഠത്തിൽ ഫസ്റ്റ് പേജിൽ വരുന്ന കാര്യങ്ങൾ മുഴുവനും മദ്ഹബിനെ കുറിച്ച് എഴുതാം. 4-ൽ 1 മദ്ഹബ് തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തക്ലീദ്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളവർ 4-ൽ 1 മദ്ഹബ് തക്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. 4-ൽ 1 മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ നന്മയായി കാണുന്നത് അല്ലാഹു തആലയുടെ പക്കൽ നന്മയാണ്, മുസ്ലിങ്ങൾ മോശമായി കാണുന്നത് അല്ലാഹു തആലയുടെ അടുക്കൽ മോശമാണ്. മദ്ഹബിലെ വൈരുദ്ധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇമാം ശുയൂത്തി പറയുന്നത് എന്താണ്? ഈ സമുദായത്തിൽ വിവിധ മദ്ഹബുകൾ ഉണ്ടെന്നത് ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ്.
അതിൻ്റെ പിന്നിലെ രഹസ്യം വിവരമുള്ളവർക്ക് മനസ്സിലാക്കാം, വിഡ്ഢികൾക്ക് മനസ്സിലാക്കാനാവില്ല. അഭിപ്രായാനന്തരങ്ങൾ ഈ സമുദായത്തിൻ്റെ സവിശേഷ സിദ്ധിയാണ്. അതുവഴി ശരീഅത്തിൽ വിശാലത ലഭിച്ചിരിക്കുന്നു. നാം ഷാഫി മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്നു. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജ്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണ് ഷാഫി മദ്ഹബ്. അത്ര എഴുതിയിട്ട് നമുക്കൊരു ഖണ്ഡിക അവിടെ പൂർത്തിയാക്കി കൊടുക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി. ഇത് മുഴുവൻ എഴുതിയില്ലെങ്കിലും ഇതിൽ നിന്ന് 5 വരി കുറയാതെ നമുക്ക് എക്സാമിന് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇത്രയാണ് രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.